നമ്മൾ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. നമുക്ക് +1 പോലെ തന്നെ +2 15 ചാപ്റ്റേഴ്സ് ഉണ്ട്, 2 പാർട്ടായിട്ട് തന്നെ. അതിൽ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഫിസിക്സിൻ്റെ അല്ലെങ്കിൽ സയൻസിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ള ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇത് രണ്ടും ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചുമായിട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള 2 ചാപ്റ്ററുകളാണ്. മൂന്നാമത്തെ ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നതാണ്. നമ്മുടെ ഡെയിലി യൂസേജ് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കറണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, ചില ഇൻസ്ട്രുമെൻറ്റ്സ്, നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന ചില കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഫ്ലോയിങ് ചാർജസിനെ കുറിച്ച് അല്ലെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ബ്രാഞ്ചിനകത്ത് ഫ്ലോയിങ് ചാർജസിനെ കുറിച്ച് ആണ് നമ്മൾ പഠിക്കുന്നത്. ഫോർത്ത് ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. നമ്മളൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച്, അതിൻ്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ച്, മൂവിങ് കോയിൽ, ഗാൽവനോമീറ്റർ, അങ്ങനെ ചില ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ചാപ്റ്ററാണ് നിങ്ങളുടെ 4ാമത്തെ ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ളത്. ഫിഫ്ത്ത് വൺ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. മാഗ്നറ്റിസം ആൻഡ് മാറ്ററിനകത്തിൽ എർത്തിൻ്റെ മാഗ്നറ്റിസം, പ്രധാനമായിട്ടും ഭൂമി ഒരു മാഗ്നറ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ റിയൽ ആയിട്ടും നമുക്ക് എർത്തിൽ അവൈലബിൾ ആയിട്ടുള്ള റിയൽ മാഗ്നറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ 6th ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. 6ാമത്തെ ചാപ്റ്ററിനകത്ത് നമ്മൾ എങ്ങനെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു, ട്രാൻസ്ഫോമറിൻ്റെ ആപ്ലിക്കേഷൻ, ഡൈനാമോ, ഇതിൻ്റെയൊക്കെ ഒരു ആപ്ലിക്കേഷൻ, ഫാരഡേസ് ലോ, അങ്ങനെ നമുക്ക് നേരത്തെ പരിചിതമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. 7th ചാപ്റ്റർ അൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ളതാണ്. അൾട്ടർനേറ്റിംഗ് കറണ്ടിനകത്തിൽ നിങ്ങൾ AC വോൾട്ടേജ്, AC കറണ്ട്, അതുപോലെ തന്നെ പല തരത്തിലുള്ള സർക്യൂട്ട്, റെസിസ്റ്ററുള്ള സർക്യൂട്ട്, ഇൻഡക്ടറുള്ള സർക്യൂട്ട്, കപ്പാസിറ്ററുള്ള സർക്യൂട്ട്, ഈ ഓരോ സർക്യൂട്ടിനകത്തും കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും സ്വഭാവങ്ങൾ, അങ്ങനെ AC വോൾട്ടേജസ് ആൻഡ് AC കറണ്ട്, അൾട്ടർനേറ്റിംഗ് കറണ്ടും അൾട്ടർനേറ്റിംഗ് വോൾട്ടേജസിനെയും കുറിച്ച് ഡീൽ ചെയ്യുന്ന ചാപ്റ്ററാണ് 7ാമത്തെ ചാപ്റ്റർ. ഫസ്റ്റ് പാർട്ടിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അതിനകത്ത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്ന, അതായത് പല വേവ് ലെങ്ത്തും ഫ്രീക്വൻസി അനുസരിച്ച് നമ്മൾ വേവ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അതിനെക്കുറിച്ച് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യും. അപ്പം ഫസ്റ്റ് പാർട്ടിനകത്ത് 8 ചാപ്റ്റേഴ്സ്, സെക്കൻഡ് പാർട്ടിനകത്തിൽ 7 ചാപ്റ്റേഴ്സ്, ടോട്ടൽ 15 ചാപ്റ്റേഴ്സ്. സെക്കൻഡ് പാർട്ടിനകത്തിൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് റേ ഒപ്റ്റിക്സ് ആണ്. ലെൻസുകളെ കുറിച്ചും മിററുകളെ കുറിച്ചും ഒക്കെയുള്ള ചാപ്റ്റേഴ്സാണ്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതിൻ്റെ ബാക്കി പോർഷനായിട്ടായിരിക്കും നമ്മളിവിടെ പഠിക്കുന്നത്. 10ാമത്തേത് വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. വേവ് ഒപ്റ്റിക്സിനകത്ത് ലൈറ്റിൻ്റെ വേവ് നേച്ചറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ അതിനുശേഷം ലൈറ്റിന് വേവ് നേച്ചർ മാത്രമല്ല പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട് എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, നമ്മുടെ 11ാമത്തെ ചാപ്റ്റർ. 12ഉം 13ഉം ആറ്റം ആൻഡ് ന്യൂക്ലിയൈ എന്ന് പറയുന്നത്, റൂദർഫോർഡ് എക്സ്പെരിമെൻറ്റ്, അതേപോലെ തന്നെ ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ, അങ്ങനെയുള്ള നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ചില കാര്യങ്ങളും അതിനെ അടിസ്ഥാനപ്പെടുത്തി പുതിയ കാര്യങ്ങളുമാണ് നമ്മൾ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ എന്ന് പറയുന്ന ചാപ്റ്ററുകളിൽ പഠിക്കുന്നത്. 14ാമത്തെ ചാപ്റ്റർ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ബേസ്, ഇലക്ട്രോണിക്സിൻ്റെ ബേസ് സെമി കണ്ടക്ടേഴ്സ് ആണെന്നും ആ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും നമ്മൾ 14ാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ലാസ്റ്റ് ചാപ്റ്റർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നമ്മുടെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് എങ്ങനെ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ടെലിവിഷൻ സിസ്റ്റം എന്താണ്, മൊബൈൽ സിസ്റ്റം എന്താണ്, അതിന് എന്താണ് പേര് വിളിക്കുന്നത്, ഓരോ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റേഴ്സ്. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററായിട്ട് നമുക്ക്
അതിനെ കൺസിഡർ ചെയ്യാം. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഓർ സയൻസ് which deals with charges at rest. റെസ്റ്റിലുള്ള ചാർജസുമായിട്ട് അല്ലെങ്കിൽ ചാർജസിനെ കുറിച്ച് ഉള്ള സ്റ്റഡി അല്ലെങ്കിൽ അതുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഡീൽസ് വിത്ത് ചാർജസ് at rest. Branch of physics or science which deals with ചാർജസ് അറ്റ് റെസ്റ്റ്. റെസ്റ്റിലുള്ള ചാർജസിനെ കുറിച്ചുള്ള സ്റ്റഡി ആയിരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന കാര്യം. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഫ്രിക്ഷൻ കാരണമുള്ള ഇലക്ട്രിസിറ്റി. ഉദാഹരണത്തിന് ഞാനൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ ക്ലാസ്സിൽ ഇരുന്ന് ചെയ്യുന്നൊരു കാര്യമുണ്ട്. സ്കെയില് തലയിൽ വരച്ചിട്ട് ചെറിയ പേപ്പർ കഷ്ണങ്ങൾ അടുത്തോട്ട് നോക്കുമ്പോൾ അതിനെ അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പം അതിനെ പേപ്പർ കഷ്ണങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് അട്രാക്റ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? നമ്മൾ ഈ സ്കെയിൽ നമ്മുടെ മുടിയിൽ വരച്ചു കഴിഞ്ഞപ്പോൾ, റബ്ബ് ചെയ്തപ്പോൾ, അവിടെ സ്കെയിലിന് അല്ലെങ്കിൽ സ്കെയിലിൻ്റെ സർഫസിൽ സ്കെയിലിൽ ഒരു ചാർജ് ഡെവലപ്പ് ചെയ്തു. എന്തുകൊണ്ടാണ് ആ ചാർജ് ഡെവലപ്പ് ചെയ്തത്? നമ്മളത് റബ്ബ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഫ്രിക്ഷൻ ഉണ്ടായി. ആ ഫ്രിക്ഷൻ കാരണമാണ് എന്ത് സംഭവിച്ചത്? ചാർജ് ഡെവലപ്പ് ആയത്. അപ്പം അങ്ങനത്തെ നമ്മൾ ഒരു ഉദാഹരണം ഈ സ്കെയിലും നമ്മുടെ ഹെയറും തമ്മിലുള്ള റബ്ബിങ്, അല്ലെങ്കിൽ നമ്മളൊരു ഗ്ലാസ് റോഡും സിൽക്കും കൂടെ റബ്ബ് ചെയ്യുമ്പോൾ ഇത് അങ്ങനെ സംഭവിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു റബ്ബർ റോഡും വൂളും കൂടെ നമ്മൾ റബ്ബ് ചെയ്യുമ്പോഴെല്ലാം നമുക്ക് എന്ത് സംഭവിക്കും? അവിടെ ചാർജ് ഡെവലപ്പ് ചെയ്യപ്പെടും. ഈ പറയുന്ന ബോഡീസിലെല്ലാം ചാർജ് ഡെവലപ്പ് ചെയ്യപ്പെടും. അപ്പം നമ്മൾ എക്സ്പെരിമെന്റുകളെല്ലാം ചെയ്തു, ചാർജ് ഡെവലപ്പ് ചെയ്തത് മനസ്സിലായി. നമ്മൾ അതിലൊരു ഉദാഹരണം എടുക്കുവാണെങ്കിൽ, നമുക്ക് സിൽക്ക് റോഡ് വെൻ റബ്ഡ് വിത്ത് ഗ്ലാസ് റോഡ് വെൻ റബ്ഡ് വിത്ത് സിൽക്ക്. ഗ്ലാസ് റോഡിനെ നമ്മൾ സിൽക്കുമായിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഗ്ലാസ് റോഡിനൊരു ചാർജ് കിട്ടി, സിൽക്കിന് ചാർജ് കിട്ടി. ഗ്ലാസ് റോഡ് വെൻ റബ്ഡ് വിത്ത് സിൽക്ക്, ഗ്ലാസ് റോഡ് ഗെറ്റ് ചാർജ്ഡ് ആസ് വെൽ ആസ് സിൽക്ക് ഗെറ്റ് ചാർജ്. രണ്ടും ചാർജ് ചെയ്യപ്പെട്ടു. നമ്മൾ ഈ ചാർജസിനെ അല്ലെങ്കിൽ ഈ പറയുന്ന മെറ്റീരിയൽസിനെ മറ്റ് ചാർജുകളുടെ അടുത്തോട്ട് കൊണ്ടുപോയപ്പോൾ, ചിലതിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയപ്പോൾ റിപ്പൽ ചെയ്യപ്പെട്ടു. അതായത് 2 ഗ്ലാസ് റോഡും 2 സിൽക്കും ഞാൻ എടുത്തു. രണ്ടിനെ ഒരു ഗ്ലാസ് റോഡിനെ ഒരു സിൽക്കിനെയും കൂടെ റബ്ബ് ചെയ്തു, മറ്റൊരു ഗ്ലാസ് റോഡിനെ മറ്റൊരു സിൽക്കിനെയും കൂടെ റബ്ബ് ചെയ്തു. എന്നിട്ട് ഈ ഗ്ലാസ് റോഡുകൾ രണ്ടും കൂടെ ഞാൻ അടുത്തോട്ട് കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്യപ്പെട്ടു? അത് റിപ്പല് ചെയ്യപ്പെട്ടു. സിൽക്ക് മെറ്റീരിയൽ രണ്ടും കൂടെ കൊണ്ടുവന്നപ്പോൾ അതും റിപ്പല് ചെയ്യപ്പെട്ടു. എന്നാൽ ഈ ഗ്ലാസ് റോഡും ഒരു സിൽക്കും കൂടെ നമ്മൾ വീണ്ടും അടുത്ത് കൊണ്ടുവരുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും സിൽക്കും ഗ്ലാസും കൂടെ നമ്മൾ കൊണ്ടുവരുകയോ ചെയ്തപ്പോൾ അവിടെ അത് റിപ്പൾഷനൊന്നും വന്നില്ല. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ഉണ്ടായേക്കുന്ന ചാർജ് എന്ന് പറയുന്നത് 2 സ്വഭാവം ഉള്ളതാണ്. അങ്ങനെ ഈ ഡെവലപ്പായ ചാർജിനെ ഒരെണ്ണത്തിനെ നമ്മൾ പോസിറ്റീവ് ചാർജ് എന്നും മറ്റേതിനെ നമ്മൾ നെഗറ്റീവ് ചാർജ് എന്നും വിളിച്ചു. അപ്പം ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ അത് എന്ത് പറഞ്ഞു?
റബ്ബിങ് കാരണം, എന്തിന്റെ റബ്ബിങ്? വൺ മെറ്റീരിയൽ ടു അനദർ മെറ്റീരിയൽ. അപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് റബ്ബിങ് ഓഫ് ഗ്ലാസ് റോഡ് വിത്ത് സിൽക്ക്. റബ്ബിങ് ഓഫ് ഗ്ലാസ് റോഡ് വിത്ത് സിൽക്ക്. മറ്റൊരു എക്സാമ്പിൾ റബ്ബിങ് ഓഫ് റബ്ബർ റോഡ് വിത്ത് വൂൾ. ഇവിടെയെല്ലാം നമുക്ക് എന്ത് സംഭവിച്ചു? ചാർജ് ഡെവലപ്പ് ആയി. അപ്പം ചാർജസ് ഡെവലപ്ഡ് ഇൻ ദ കേസസ്. ചാർജസ് ഡെവലപ്പ് ചെയ്തു. ആ ഡെവലപ്പ് ചെയ്ത ചാർജ് എത്ര തരം ഉണ്ടായിരുന്നു? 2 ടൈപ്പ് ഉണ്ടായിരുന്നു. 2 types ഓഫ് ചാർജസ് വെർ ഡെവലപ്ഡ്. ഒരെണ്ണത്തെ നമ്മൾ പോസിറ്റീവ് ചാർജ് എന്നും മറ്റതിനെ നമ്മൾ നെഗറ്റീവ് ചാർജ് എന്നും. ഒരെണ്ണത്തിനെ പോസിറ്റീവ് ചാർജ് എന്നും മറ്റതിനെ നമ്മൾ നെഗറ്റീവ് ചാർജ് എന്നും. സോ ചാർജസ് ആർ ഓഫ് 2 types, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഫ്രിക്ഷൻ കാരണം ഡെവലപ്പായ ചാർജ് ഡെവലപ്പ് ആവുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രിക്ഷണൽ, അല്ലെങ്കിൽ ആ ഡെവലപ്പ് ചെയ്യുന്ന ചാർജസിനെ നമുക്ക് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി കാരണം ഡെവലപ്പ് ചെയ്ത ചാർജ് ആണെന്ന് പറയാം. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ഓർ ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ചാർജസ് അറ്റ് റെസ്റ്റ്. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് the electricity or charges developed due to friction between two bodies. An example, rubbing of a glass rod with silk, rubbing of rubber rod with wool are all examples for frictional electricity. And the charges so developed is of 2 types. One is positive, other is negative. ഇപ്പോൾ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. ചാർജിന്റെ പ്രോപ്പർട്ടീസ്. Properties of charges. Properties of charges. പ്രധാനമായിട്ടും നമ്മൾ 3 പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ഫസ്റ്റ് വൺ അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. Second one, quantization of charges. Quantization of charges. Third one, conservation of charges. Conservation of charges. Conservation of charges. 3 പ്രോപ്പർട്ടിയെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനമായിട്ടും. അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്, കൺസർവേഷൻ ഓഫ് ചാർജസ്. അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ കൺസിഡർ എ സിസ്റ്റം ഓഫ് ചാർജസ്. നമ്മൾ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്തു. ആ സിസ്റ്റത്തിനകത്ത് we have a number of charges Q1, Q2, Q3 etc. എന്ന് പറഞ്ഞ് നമുക്ക് n number of charges നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ the total charge of the system, നമുക്ക് ഒരു സിസ്റ്റത്തിനകത്തിൽ n number of charges ഉണ്ടെന്നുണ്ടെങ്കിൽ the total charge of the system capital Q വെച്ച് നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. and that is equal to sum of individual charges, that is Q1 plus Q2 plus Q3 plus etc. Q. ഈ പ്രോപ്പർട്ടിയാണ് additivity of charges. In a system of n charges, the total charges of system Q is equal to Q1 plus Q2 plus Q3 plus etc. Qn. രണ്ടാമത്തെ പ്രോപ്പർട്ടി ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. നമ്മൾ
ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ മുകളിൽ വെച്ച അതേപോലത്തെ ഒരു സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ സിസ്റ്റത്തിന്റെ ചാർജ് എന്ന് പറയുന്നത് Q എന്ന് നമ്മൾ വിളിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് ബി, total charge of a system will always be an integral multiple of E. Q is equal to N E ആയിരിക്കും എന്നാണ് പറയുന്നത്. Where E is the charge of an electron. E നമ്മൾ പറയുന്നതാണ് it is the charge of an electron. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ആണ് E. E is the charge of an electron. വാല്യൂ ഓഫ് ഇ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഇ എന്ന് പറയുന്നത് 1.6 ഇൻറ്റു 10⁻⁻⁹ കൂളം. വാല്യൂ ഓഫ് ഇ is 1.6 ഇൻറ്റു 10⁻⁻⁹ കൂളം. യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് കൂളംസ് ആണ്. n എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിജർ, +or-1, +or-2, +or-3 എക്സെട്ര എന്ന് പറഞ്ഞിട്ട്. അപ്പം ഏതെങ്കിലും ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും എന്നാണ് പറയുന്നത്? ഇറ്റ് വിൽ ബി ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി കൺസർവേഷൻ ഓഫ് ചാർജസ്. കൺസർവേഷൻ ഓഫ് ചാർജസിനകത്ത് നമ്മൾ പറയുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, റബ്ബ് ചെയ്യുമ്പോൾ ഒരു ബോഡി ചാർജ്, രണ്ട് ബോഡീസും ചാർജ് ആവുന്നു. ആ ചാർജ് ആവുന്ന ബോഡി ചിലത് ഒരെണ്ണം പോസിറ്റീവ് ആണെങ്കിൽ മറ്റേത് നെഗറ്റീവ് ചാർജ് ആണ്. ലൈറ്റ് ചാർജസ് അടുത്ത് വരുമ്പോൾ അത് റിപ്പൽ ചെയ്യും, അൺലൈറ്റ് ചാർജസ് അടുത്ത് വരുമ്പോൾ അത് അട്രാക്ട് ചെയ്യപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ കൺസർവേഷൻ ഓഫ് ചാർജസിനകത്തിൽ അതേ കാര്യം നമ്മൾ പറയുകയാണ്. ഒരു ബോഡി, നമ്മൾ മുമ്പേ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം, ഒരു ഗ്ലാസ് റോഡ് സിൽക്കിൽ റബ്ബ് ചെയ്തപ്പോൾ ഒരാൾ പോസിറ്റീവ് ചാർജുമായി ഒരാൾ നെഗറ്റീവ് ചാർജുമായി. അതെങ്ങനെയാണ്? റബ്ബ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫ്രിക്ഷൻ ഉണ്ടായി, അവിടെ ഒരു ഹീറ്റ് ഡെവലപ്പായി അല്ലെങ്കിൽ ഒരു തെർമൽ എനർജി ഡെവലപ്പായി. ആ എനർജി ഇലക്ട്രോൺസിന് കിട്ടി. ഏത് ഇലക്ട്രോൺസിന്? ഫ്രീ ഇലക്ട്രോൺസിന് ആ എനർജി കിട്ടുന്നു. ഒരു ബോഡിയിലെ ഫ്രീ ഇലക്ട്രോൺസ് ആ എനർജി അക്വയർ ചെയ്യുന്നു. അപ്പൊ ഇതിൽ ഒരു മെറ്റീരിയല് ഇലക്ട്രോൺസ് എക്സസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതും മറ്റേത് ഇലക്ട്രോൺസിനെ സ്വീകരിക്കാൻ പറ്റുന്നതും ആകണം എന്നുള്ളൊരു പാരാമീറ്റർ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. അപ്പം ഇതിനെ റബ്ബ് ചെയ്യുമ്പോൾ തെർമൽ എനർജി ഡെവലപ്പ് ആവുന്നു. അത് ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ആ എനർജി അക്വയർ ചെയ്യുന്നു. ആ അക്വയർ ചെയ്യുന്ന ഇലക്ട്രോൺസ് ഈ ബോഡിയിൽ നിന്നും അടുത്ത ബോഡിയിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നു? ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അങ്ങനെ ഇലക്ട്രോൺസ് കൊടുക്കുന്ന ബോഡി അല്ലെങ്കിൽ മെറ്റീരിയൽ ഒരു പോസിറ്റീവ് ചാർജ് അക്വയർ ചെയ്യുകയും ഇലക്ട്രോൺസ് സ്വീകരിക്കുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ബോഡി ഒരു നെഗറ്റീവ് ചാർജ് അക്വയർ ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ചാർജസ് ബോഡിയിൽ ഡെവലപ്പ് ആവുന്നത്. അപ്പൊ ഇവിടെ ചാർജസ് ആർ നീദർ ബീൻ ക്രിയേറ്റഡ് നോർ ബീൻ ഡിസ്ട്രോയ്ഡ്. ഇറ്റ് ഈസ് ജസ്റ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ. ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് ചാർജസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യപ്പെടുകയാണ്? ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. Thus, the charges are conserved. That is the concept of conservation of charges. Transferred from one body to another. Transferred from one body to another. Charges are transferred from one body to another. These are the three properties of charges. ഒന്നാമത്തേത് Q is equal to Q1 plus Q2 plus Q3 plus etc plus Qn. Additivity of charges. രണ്ടാമത്തേത് quantization of charges നാത്തിൽ Q is equal to Ne. മൂന്നാമത്തേത് കൺസർവേഷൻ ഓഫ് ചാർജസിനകത്തിൽ പറയുന്നത് the charges are being transferred from one body to another body. അത് എന്ത് ചെയ്യപ്പെടുന്നില്ല? neither being created nor being destroyed. It is being transferred from one body to another.
നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും വാട്ട് ഈസ് കൂളംസ് ലോ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ഇക്വേഷൻ ആയിരിക്കും എഴുതുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന സബ് ക്വസ്റ്റ്യൻസിന് അതിലൊന്ന് കൂളംസ് ലോ ആയിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ചോദ്യങ്ങളൊക്കെ വരും. പിന്നീട് നിങ്ങൾ അഞ്ചാമത്തെ ചാപ്റ്ററിനകത്തിൽ വീണ്ടും നിങ്ങൾ കൂളംസ് ലോ ഫോർ മാഗ്നറ്റിസം പഠിക്കും. അപ്പം ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്ന അതേ കാര്യങ്ങൾ, അതേ ഇക്വേഷൻസ് പലതും നമ്മൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുമല്ല. ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്ററിനകത്തിൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വീണ്ടും ഡിസ്കസ് ചെയ്യും. അപ്പം കൂളംസ് ലോ പറയുന്നത് രണ്ട് ചാർജുകളെ കുറിച്ചാണ്. രണ്ട് ചാർജുകൾ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ, രണ്ട് ചാർജ്, ഒരു ചാർജിനെ ഞാൻ Q1 എന്നും മറ്റൊരു ചാർജിനെ ഞാൻ Q2 എന്നും വിളിച്ചു. ഇഫ് ഐ ഹാവ് ടു ചാർജസ് Q1 ആൻഡ് Q2 എന്ന് പറഞ്ഞ രണ്ട് ചാർജസ് എനിക്കുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് R is the distance between these two charges, ഈ രണ്ട് ചാർജുകളുടെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ r വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, there will be a force existing between these charges. ഈ രണ്ട് ചാർജുകൾ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. അപ്പം രണ്ട് ചാർജസ് Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജുകൾ, ആ രണ്ട് ചാർജുകൾ തമ്മിൽ ഒരു അകലമുണ്ട്. ആ അകലത്തെ നമ്മൾ R വെച്ച് റെപ്രസെന്റ് ചെയ്തു. അങ്ങനെ ആ ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന രണ്ട് ചാർജുകളുടെ ഇടയ്ക്ക് എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ആ ഫോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കൂളംസ് ലോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. According to Coulomb's law, the force experienced between the charges, ഈ രണ്ട് ചാർജുകളുടെ ഇടയ്ക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്, it is directly proportional to magnitude of product of the charges. ഈ രണ്ട് ചാർജുകളുടെയും മാഗ്നിറ്റ്യൂഡിന്റെ പ്രോഡക്റ്റ്. ഉദാഹരണം, നമുക്കിപ്പോൾ ചിലപ്പം രണ്ടും നെഗറ്റീവ് ആയിരിക്കാം, ചിലപ്പോൾ ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവ് ആയിരിക്കാം. പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ, അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ ഫോഴ്സ് F is directly proportional to the product of magnitude of the charges Q1 into Q2, and it is inversely proportional to square of the distance between the charges. ഈ രണ്ട് ചാർജുകളുടെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? R ആണ്. അതിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് കൂളംസ് ലോ പറയുന്നത്. So according to Coulomb's law, F is directly proportional to product of the two charges, that is Q1 into Q2, and inversely proportional to square of the distance between the charges, R square. എല്ലാ പ്രൊപ്പോർഷണാലിറ്റിക്കും ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. ഇവിടെയും നമുക്കൊരു കോൺസ്റ്റന്റ് ഉണ്ട്. അതിനെ ഞാൻ K എന്ന് വിളിക്കുന്നു. ആൻഡ് K ഹാസ് എ വാല്യൂ. കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് K is equal to 1/4 pi epsilon 0. K യുടെ വാല്യൂ 1/4 pi epsilon 0. K യുടെ വാല്യൂ, K യുടെ റെപ്രസെന്റേഷൻ ആണ് 1/4 pi epsilon 0. അതിനകത്തിൽ epsilon 0 എന്ന് പറയുന്നത് is called permittivity of free space. epsilon 0 വിളിക്കുന്ന പേരാണ് permittivity of free space. ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി ആണ് എപ്സിലോൺ 0 എന്ന് പറയുന്നത്. എന്താണ് പെർമിറ്റിവിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു എക്സ്പ്ലനേഷൻ, ഒരു മീഡിയം, ഉദാഹരണത്തിന് വുഡ് ആകാം, സ്റ്റീൽ ആകാം, അല്ലെങ്കിൽ വാക്വം ആകാം. ഇവിടെ നമ്മൾ ഫ്രീ സ്പേസ് വാക്വം ഫ്രീ സ്പേസിന്റെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. ഏതൊരു മീഡിയത്തിനും അത് കടത്തിവിടുന്ന ഇലക്ട്രിക് ഫീൽഡിന് ഒരു വാല്യൂ ഉണ്ട്. എത്രമാത്രം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ, അല്ലെങ്കിൽ ഒരു വസ്തു എത്രമാത്രം ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടും. നമ്മൾ കോപ്പറിനകത്തിൽ കൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ്, കോപ്പർ പ്ലേറ്റിൽ കൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ കോപ്പറിന്റെ മീഡിയത്തിൽ കൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കത്തില്ല ഫ്രീ സ്പേസിൽ കൂടെ, അതായിരിക്കത്തില്ല മറ്റൊരു മീഡിയത്തിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു മീഡിയത്തിലൂടെ എത്രമാത്രം ഇലക്ട്രിക് ഫീൽഡിനെ കടത്തി വിടുന്നു, അല്ലെങ്കിൽ ഒരു മീഡിയം എത്രമാത്രം ഇലക്ട്രിക് ഫീൽഡിനെ കടത്തി വിടുന്നു എന്ന് പറയുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർമിറ്റിവിറ്റി ഓഫ് ദാറ്റ് മീഡിയം.
ഇവിടെ നമ്മൾ ഫ്രീ സ്പേസ് എത്രമാത്രം ഇലക്ട്രിക് ഫീൽഡിനെ കടത്തി വിടുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ എപ്സിലോൺ സീറോ, ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി. ആൻഡ് ഇറ്റ് ഹാസ് എ വാല്യൂ, that is permittivity of free space epsilon 0 is equal to 8.85 into 10 raised to minus 12. 8.85 into 10 raised to minus 12 ആണ് ഇതിന്റെ permittivity, and the unit is coulomb square, Newton raised to minus 1, meter raised to minus 2. 8.85 into 10 raised to minus 12 coulomb square, Newton raised to minus 1, meter raised to minus 2. This is the value of permittivity of free space. ഈ വാല്യൂ നിങ്ങൾ മോളത്തെ കേക്ക് പകർന്നിട്ട് നോക്കിക്കേ. കെയുടെ ഇക്വേഷനകത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കേക്ക് ഒരു വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 1/4 എപ്സിലോൺ 0 വാല്യൂ നിങ്ങൾക്ക് കിട്ടും. 9 into 10 raised to 9 is the value of 1/4 epsilon 0. 1/4 epsilon 0 പ്രോബ്ലം ചെയ്യാൻ നേരിട്ട് കൊടുക്കേണ്ട വാല്യൂ എത്രയാണ്? 9 into 10 raised to 9. അതിന്റെ യൂണിറ്റ് 1/4 epsilon 0യുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം raised to minus 2 is the unit of K. 9 into 10 raised to 9 Newton meter square coulomb raised to minus 2. അപ്പം കൂളംസ് ലോ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? രണ്ട് ചാർജുകൾക്ക് ഇടയിലുള്ള ഫോഴ്സിനെ കുറിച്ചാണ് കൂളംസ് ലോ പറയുന്നത്. ഇവിടെ നമ്മൾ രണ്ട് ചാർജുകൾ കൺസിഡർ ചെയ്തു. നമ്മുടെ ചാർജുകൾ Q1 ഉം Q2 ആണ്, which is separated by a distance r. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അതായത് പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ടു ചാർജസ്. ഈ രണ്ട് ചാർജസിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതായത് മാഗ്നിറ്റ്യൂഡ് കൂടുകയാണെങ്കിൽ എന്ത് കൂടും? ഫോഴ്സ് കൂടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്, അതായത് ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ, തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ ഫോഴ്സ് കുറയും. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പം നിങ്ങളോട് കൂളംസ് ലോയുടെ ഇക്വേഷൻ നമ്മൾ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ ഇക്വേഷൻ എഴുതേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് F is equal to 1/4 epsilon 0 Q1 Q2 by R square is the equation of Coulomb's law. Coulomb's lawയുടെ equation F is equal to 1/4 epsilon 0 Q1 Q2 by R square. അതിൽ epsilon 0 നമ്മൾ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, അതിന്റെ വാല്യൂ ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ പ്രോബ്ലം ചെയ്യാൻ നേരം നിങ്ങൾ എന്ത് ചെയ്യണം? 1/4 epsilon 0ക്ക് 9 into 10 raised to 9 ഇട്ട് കൊടുക്കുക.